ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിനായി കടപ്പൂർ നിവാസികളുടെ കുലവാഴ കരിക്കിൻകുല സമർപ്പണം ഫെബ്രുവരി 17 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലങ്ങളായി കടപ്പൂർ നിവാസികൾ അവരവരുടെ വീടുകളിൽ നട്ടുവളർത്തിയ കുലവാഴ, കരിക്കിൻകുല, കരിമ്പ് തുടങ്ങിയ കാർഷിക വിഭവങ്ങൾ രഥഘോഷയാത്രയായി എത്തി ഉത്സവ കൊടിയേറ്റിന് തലേദിവസം ദീപാരാധന സമയത്ത് ഏറ്റുമാനൂരപ്പന്റെ സന്നിധിയിൽ സമർപ്പിക്കും. തുടർന്ന് ഉത്സവം നടത്തിപ്പിനുള്ള ആദ്യ കാണിക്കை അർപ്പിച്ച് വിളിച്ചു വരുത്തി ചൊല്ലി പ്രായശ്ചിത്തം നടത്തി അടുത്ത വർഷത്തേക്കുള്ള അനുജ്ഞയും വാങ്ങി മടങ്ങും. ഈ വർഷത്തെ കൊടിയേറ്റ് ഫെബ്രുവരി 18 നടക്കുന്നത്. കടപ്പൂര് കരവാസികൾ ഏറ്റുമാനൂരപ്പനെ ദേശാധിപനായി ആരാധിച്ചു വരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിൻ്റെ സമാപനമായ ആറാട്ട് ഒരു കാലത്ത് നടന്നിരുന്നത് കടപ്പൂര് കരയിലായിരുന്നു. അതിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും അവിടെ കാണാം. ആറാട്ട് നടന്നിരുന്ന ചെങ്കൽക്കുളവും ഏറ്റുമാനൂരപ്പൻ്റെ സാന്നിധ്യമുള്ള കാലൂർ കൊട്ടാരവും ഒക്കെ ഇന്നും അതിൻ്റെ അവശേഷിപ്പുകൾ കടപ്പൂര് കരയിൽ കാണാം. കരക്കാർ അവരുടെ ദേശാധിപനായ ഏറ്റുമാനൂരപ്പനുള്ള കാണിക്കയായി കാർഷിക ഗ്രാമമായ കടപ്പൂര് എല്ലാ വീടുകളിലും തന്നെ കുലവാഴകളും കരിക്കിൻ കുലകളും കരിമ്പും നട്ടുവളർത്തി ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഏറ്റുമാനൂരപ്പൻ്റെ ഉത്സവത്തിനായി ഒരു കാണിക്കയായി ഭഗവാൻ സമർപ്പിക്കുകയാണ്. ഇതൊരു നാടിൻ്റെ ഒരു ആഘോഷമായി, ഒരു ഉത്സവമായി അവിടെ കണക്കാക്കപ്പെടുന്നു. 17 വൈകുന്നേരം 3 മണിക്ക് കടപ്പൂർ ദേവി സന്നിധിയിൽ രഥഘോഷയാത്ര ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബി നായർ ഉദ്ഘാടനം ചെയ്യും. കടപ്പൂർ ദേവീക്ഷേത്ര പ്രസിഡന്റ് KR ശശികുമാരൻ നായർ അധ്യക്ഷത വഹിക്കും. ഡോക്ടർ MJ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണവും മഹാദേവ ക്ഷേത്രം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S അഭിലാഷ് മുഖ്യപ്രഭാഷണവും നടത്തും. മേൽശാന്തി ബിജു നാരായണ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും. വയല, ഞള്ളപ്പുഴ, വെമ്പള്ളി, കടത്തൂര്, കാണക്കാരി, വാറ്റുവര, വള്ളിക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന ഘോഷയാത്രകൾ വൈകുന്നേരം 4-ന് സമർപ്പണ ഘോഷയാത്രയായി പുറപ്പെടും. തവളക്കുഴിയിൽ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും. തുടർന്ന് ആരംഭിക്കുന്ന വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്ര ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ കുലവാഴിയും കരിക്കിൻകുലകളും മന്ത്രി VN വാസവൻ ഏറ്റുവാങ്ങും. വാർത്താ സമ്മേളനത്തിൽ കടപ്പൂർ ദേവീക്ഷേത്രം പ്രസിഡന്റ് ശശികുമാരൻ നായർ, സെക്രട്ടറി മനോജ് കൃഷ്ണൻ, ദീപു മോഹൻ, TT ശശികുമാർ, AV അശോകൻ, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PK രാജൻ, സെക്രട്ടറി മഹേഷ് രാഘവൻ, NSS മീനച്ചിൽ മേഖലാ കൺവീനർ KN ശ്രീകുമാർ, ആഘോഷ സമിതി മീഡിയ കൺവീനർ രാഹുൽ രവികുമാർ എന്നിവർ പങ്കെടുത്തു.